സ്വതക്കന്റെ കൂലി 5 വിധത്തിലാണ്. സ്വതക്കന്റെ കൂലി 5 വിധത്തിലാണ്. ഇത് നാളെ കവറ് ഉള്ളതുകൊണ്ടല്ല കിതാബിൽ ഇത് എഴുതിയത്, ഇത് പണ്ടേ എഴുതിയതാണ് കേട്ടോ. ഇത് ഈ പരിപാടി 1 മാസം മുന്നേ തീരുമാനിച്ചതാണ് കേട്ടോ. ഞാൻ പറയുന്ന സ്വതക്കന്റെ ഹദീസിന്റെ അർത്ഥമെല്ലാം ഇന്ന് കളക്ഷൻ ഉള്ളതുകൊണ്ടായതല്ല, പണ്ടേ ഉള്ളത്. ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അങ്ങനെ ആരും വിചാരിക്കും വേണ്ട, ഇവിടെ അങ്ങനെ ഒരു എഴുത്തൊന്നും കിട്ടിയിട്ടില്ല ഉസ്താദ് സ്വതക്കന്റെ മഹത്വം പറയണേ, അങ്ങനെയൊന്നുമില്ല. സ്വതക്കന്റെ കൂലി 5 വിധത്തിൽ. ഒന്നിന് 10 കൂലി കിട്ടുന്ന സ്വതക്ക. 1 രൂപ കൊടുത്താൽ 10 രൂപന്റെ കൂലി കിട്ടും. ഉദാഹരണത്തിന് ആരോഗ്യമുള്ള ഒരാൾക്ക് നമ്മളൊരു സ്വതക്ക കൊടുത്തു, അയാൾ നമ്മൾ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു നാരങ്ങ സോഡ ലെയിം സോഡ വാങ്ങിക്കൊടുത്തു എങ്കിൽ 10 ലെയിം സോഡ വാങ്ങിക്കൊടുത്ത കൂലിയാണ്. അയാളോട് പിന്നെ ചോദിക്കരുത് 10 കുടിച്ചിട്ട് വയറുവേദന ആയെന്ന്, അങ്ങനെ ചോദിക്കരുത്. കൂലിയാണ്, കുടിച്ചിട്ടില്ല, 1 കുടിച്ചിട്ടുള്ളൂ. 2, രോഗിയായ ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ 70 ഇരട്ടി കൂലിയാണ്. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഉമ്മക്ക് ക്യാൻസറായ ഒരാൾ അഥവാ ഒരു മോന് പുറത്തുണ്ട് സഹായത്തിന്, നിങ്ങളെല്ലാവരും കഴിയുന്ന പോലെ സ്വതക്ക ചെയ്യണം. ഒരു ആചാര്യ 500 രൂപ എടുത്തിട്ട് പാവത്തിന് കൊടുത്തു. 500 2 കൊടുത്ത 1000, 1000 × 70 70,000, 70,000 രൂപ കൊടുത്ത കൂലിയാണ്. യാ റബ്ബ്, യാ അല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 70,000 കൊടുത്ത കൂലി കിട്ടും രോഗിക്ക് കൊടുത്താൽ. 3, കുടുംബക്കാരനായ ആൾക്ക് കൊടുത്താൽ 900 ഇരട്ടി കൂലിയാണ്. കുടുംബത്തിൽ കൊടുക്കണം. നമ്മുടെ മൂത്തമ്മാന്റെ മക്കളെ ഉണ്ടാവും കുറെ കഷ്ടപ്പെടുന്നത്, ഭാര്യ കുടുംബം ഉണ്ടാവും, കുടുംബക്കാരുണ്ടാവും. നമ്മളെ കുടുംബത്തിൽ തന്നെ കുറെ സാധുക്കൾ ഉണ്ടാവും. ഈ കുടുംബത്തിൽ സ്വതക്ക കൊടുത്താൽ സ്വതക്കന്റെ കൂലിയും കിട്ടും, കുടുംബ ബന്ധം ചേർത്ത കൂലിയും കിട്ടും. കണ്ടോ, അതാണ് ഹദീസിലുള്ളത്. ചില ആൾ കുടുംബത്തിനൊന്നും കൊടുക്കൂല, നാട്ടുകാർക്ക് ഭയങ്കര സേവനമായിരിക്കും. ഉദാഹരണത്തിന് ഇതിപ്പോ ഒരു പള്ളിയുടെ മുറ്റാന്ന് വിചാരിക്കാം, പള്ളിക്ക് വേണ്ടിയിട്ട് ഇന്റർലോക്ക് ഇടണം. അങ്ങനെ ഞാനിങ്ങനെ കളക്ഷൻ നടത്തുമ്പോൾ ആരാ ഇന്റർലോക്കിന് ഒരു 5000 തരാൻ പറ്റിയ ആളുള്ളത് എന്ന് ഉദാഹരണം ചോദിച്ചു. അപ്പോൾ ഒരാൾ കൈവക്കി. ഞാൻ ചോദിച്ചു, എന്താ പേര്? മഹമ്മൂദ് ഹാജി. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വതക്ക സ്വീകരിക്കട്ടെ എന്ന് ഓർക്കുമ്പോൾ ഇതിന്റെ സ്ക്രീൻ അപ്പുറം ഉണ്ട് പെണ്ണുങ്ങളെ ഭാഗത്ത്. പെണ്ണുങ്ങൾ കണ്ട് ഇതാരാണ്, ഇതെന്റെ മാപ്പിളല്ലേ, മൂപ്പരല്ലേ രാവിലെ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞു, ഇതാണ് നീ 5000 ഇപ്പൊ പെട്ടത് പൊട്ടി മുളച്ച്. ഇങ്ങനെ നാട്ടുകാർക്ക് സേവനം ചെയ്യുന്ന കുറേ മനുഷ്യന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട് കേട്ടോ, ആജിക്കന്മാർ മാത്രമല്ല. പ്രളയഭൂമിയിലൊക്കെ വൃത്തിയാക്കാൻ സജീവമായിട്ട് പോകുന്ന കുട്ടികൾ, വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വൃത്തിയാക്കാൻ ഭാര്യയോ ഉമ്മയോ പറഞ്ഞാൽ എന്നെ കൊണ്ടാവില്ല എന്ന് പറയും. അതേസമയത്ത് നാട്ടുകാർക്ക് സാമൂഹ്യം, നോമ്പ് തുറ, ചാരിറ്റി, ഇതൊക്കെ ഭയങ്കര സംഭവം. ഇപ്പൊ ചാരിറ്റി അല്ല. അതേസമയത്ത് നമ്മളിപ്പോ ചാരിറ്റി എന്നെല്ലാം പറഞ്ഞാല് നിർധരരായ രോഗികൾക്ക്, വഴിയോരത്ത് കിടക്കുന്ന ആളെ വൃത്തിയാക്കി ഒരു കൂട്ടായ്മ നടത്തി, യുവാക്കളുടെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ സ്പോർട്സ് ക്ലബിന്റെ ഒക്കെ നല്ല തന്നെ, ശരി തന്നെ. വീട്ടില് ടോയ്ലറ്റിലോ ബാത്റൂമിലോ പോകുന്ന സമയത്ത് നേരത്തെ മോന് കാഷ്ടിച്ചതിന്റെ പമ്പേഴ്സ് അവിടെ ബാക്കിയുണ്ടെങ്കിൽ ഭാര്യനോട് പറഞ്ഞു, എന്താ സംഭവം? പമ്പേഴ്സ്. എന്താ പമ്പേഴ്സിന്റെ ഉള്ളിലുള്ളത്? കാഷ്ടം. ആരെ കാഷ്ടം? കുട്ടീന്റെ. ആരെ കുട്ടീന്റെ? ആരെ കുട്ടീന്റെ? ഭാര്യന്റെ. ഇന്ത്യ. ആരെ കുട്ടി? നാട്ടുകാർക്കോ? ഫുൾ വൃത്തിയാക്കി, ഫുൾ ഓപ്ഷനാ. അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണത്. നിങ്ങൾ കണ്ടില്ലേ ട്രെയിനിലെല്ലാം അനുജത്തിക്കെല്ലാം സാധനം കൊണ്ട് കൊടുക്കുന്ന ഒരു ജ്യേഷ്ഠൻ. അപ്പൊ അനുജത്തി എന്താ പറയല്, എത്ര സമയം വെയിറ്റ് ചെയ്യുന്നത്, ട്രെയിനിൽ ലേറ്റ് ആയതുകൊണ്ട് കിട്ടി, വിളിച്ചിട്ട് അങ്ങ് ഫോൺ എടുക്കുന്നില്ല. ഒരു നന്ദി വാക്ക് പോലും ജ്യേഷ്ഠനോട് ഉപ്പനോട് പറയൂല. ഈ ലഗേജ് ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ ബർത്തിലേക്ക് മേലെ വെച്ചു കൊടുത്ത് ഈ പെൺകുട്ടി എന്താ പറയല്, താങ്ക്സ് ഉണ്ട്, എ ലോട്ട് ഓഫ് താങ്ക്സ്. അടിപൊളി. ഇതാണ് ഇപ്പോഴത്തെ നാട്ടുകാരുടെ ഒരു അവസ്ഥ. നാട്ടുകാർക്ക് മൊത്തം സേവനാണ് ഇപ്പൊ എല്ലാവരും. ഉമർലാന്റെ കാലത്ത് സക്കാത്ത് കൊടുത്ത് വാങ്ങാൻ ആളില്ലാത്ത പോലെ ഇപ്പൊ സേവനം ചെയ്യുന്ന ആൾ കൂടുതലാണ്, കിട്ടേണ്ട ആൾ കുറഞ്ഞു പോയി. ഇപ്പൊ തടിയുള്ളവരെല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, താടിയുള്ളവർ വേറെ ഗ്രൂപ്പ്, അങ്ങനെ ഓരോ പേരുള്ളവർ ബീച്ചിൽ ഒരുമിച്ച് കൂടുന്നു. എന്തെല്ലാം ഗ്രൂപ്പുകൾ, അവരെല്ലാം വക സമൂഹ നോമ്പ് തുറ എല്ലാം ഉണ്ട്. പക്ഷേ മൂപ്പര് വീട്ടിലേക്ക് വരുമ്പോ തന്നെ ഭാര്യന്റെ മുട്ട് വർക്കും, പുലി വരുന്നുണ്ടല്ലോ. മൂപ്പര് അപ്പുറത്തെ വീട് വൃത്തിയാക്കിയിട്ടായിരിക്കും വരുന്നുണ്ടാല്. ആ ചെളിയോടുകൂടി ഈ തുടച്ച സെൻട്രൽ ഹാളിൽ കയറില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കേറിയിരിക്കും. ഇപ്പോഴും ചില ആള് പറയലുണ്ട്, എന്താണെന്നറിയോ, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേരൊന്നും പിന്നെ മിണ്ടൂല ഉസ്താദേ, എന്നെ അത്രക്ക് പേടിയാണ്. ആ ഒരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ. പെരുമ്പാമ്പ് ഒന്ന് ചേര കയറിയാൽ മതി, ആരും മിണ്ടൂല.
ഇപ്പോഴും പറയുന്ന ചില മനുഷ്യന്മാരുണ്ട്, മരുമക്കൊക്കെ അല്ല എന്നെ ഭയങ്കര പേടിയോട്. ഭയങ്കര തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എടാ മോനെ, നീ വീട്ടിലെപ്പോഴും കുട്ടിനെ പോലാണ്, സോഫ്റ്റ് ആയിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ മലർന്ന് കിടന്നിട്ട് കുട്ടികളെ വയറ്റിന്റെ മേലെ ഇരുത്തിയിട്ടും നിർത്തിയിട്ടും കളിപ്പിക്കും. ഒരിക്കൽ ഒരു നാട്ടിലെ ഗവർണർ ഖലീഫയ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടികളെ കളിപ്പിക്കുന്നേ കാണുന്നത്. അപ്പൊ കുട്ടികളോട് ഈ ഗവർണർ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇറങ്ങടോ, ഖലീഫയാണെന്നുള്ള ബോധമില്ലേ, ഇറങ്ങണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണ് തുറന്നു നോക്കുമ്പോ തന്റെ ഉദ്യോഗസ്ഥനാണ്. എന്താടോ നീ കുട്ടികളെ പേടിപ്പിക്കുന്നു, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, യു ആർ ഡിസ്മിസ്ഡ്, നിന്നെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കുന്നു, ഇനി നീ ഭരണത്തിൽ വേണ്ട, കാരണം എനിക്ക് കുട്ടികളോട് തന്നെ കരുണയില്ലെങ്കിൽ നാട്ടുകാരോട് എങ്ങനെ കരുണ ഉണ്ടായി, പോടുക, നീ ഇനി പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേൾക്കല് വീരശൂര പരാക്രമീന കേൾക്കല്. ഉമർ റളിയല്ലാഹു അൻഹു പറയണത് വീട്ടിൽ കുട്ടിനെ പോലാണ്, വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഇപ്പൊ ഈ കാനങ്ങാട് നിയറസ്റ്റ് ടൗൺ ഉദുമ ടൗണിലെത്തിയപ്പോ ചെറിയ മോന് പെങ്ങളെ കുട്ടിയോ ജ്യേഷ്ഠന്റെ കുട്ടിയോ നമ്മുടെ കുട്ടിയോ ചോദിച്ചു, ഉപ്പ അതെന്താന്നുപ്പാ എന്ന് വെച്ചു. എന്താ ചോദ്യത്തിന്റെ നിഷ്കളങ്കത നോക്കിയേ, അതെന്താന്നുപ്പാ. അപ്പൊ നമ്മൾ ചിന്തിക്കൽ അതെന്താണ് എന്ന് പറഞ്ഞു കൊടുത്താൽ വാങ്ങിത്തരോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടോ, ഇത് അലാക്കിന്റെ ചിന്ത. എന്നിട്ട് പറയും പേരടിക്ക് കിട്ടണമെങ്കിൽ മര്യാദക്ക് നടക്കുന്നു, അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് വീണാലോ. ഉമ്മ മത്സ്യം മുറിക്കുന്ന സമയത്ത് 3 വയസ്സുള്ള ഫാത്തിക്കുട്ടി ചെറിയ ചോട്ട മോള്, ഇതെന്താമ്മ, എന്താണ് ആ ചോദ്യത്തിന്റെ നിഷ്കളങ്കത നോക്കിയ, ഇതെന്താമ്മ. അപ്പൊ നേരത്തെ മാങ്ങച്ചാററ്റം ആക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ മുറിക്കുന്ന സമയത്ത് വിരല് ചെറുതായിട്ട് ചെത്തിപ്പോയതിന്റെ വേദനന്റെ ചൂട് ഇവിടെ തീർക്കും, ഇതെന്താമ്മ. മാറ്റി. ആ കുട്ടീന്റെ എന്തെങ്കിലും അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടി പിന്നെയും നിഷ്കളങ്കത കൊണ്ട് ചോദിക്കും, മത്തി എന്ന് പറഞ്ഞാൽ എന്താ, കത്തി കണ്ടില്ല, കത്തി. ഇനി മേലാൽ ഈ കുട്ടി ഒരു കാര്യം ചോദിക്കൂല. നമുക്ക് ഈ പിള്ളേരെ വളർത്താൻ അറിയാത്ത പോലെയാണ്. രാവിലെ കുട്ടികളെ വിളിക്കുന്ന കോലം കണ്ടില്ല, നിങ്ങൾ ഉറക്കത്തുനിന്ന് വിളിക്കുന്ന സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ എണീക്ക് പല്ല് കുളിക ബാത്റൂം ടോയ്ലറ്റ് പോകാൻ, ഇതെന്തടി കുട്ടി എന്താ ചെയ്യുന്നത്, ഇതെന്തടി കുട്ടി ചെയ്യുന്നത്. എന്നിട്ട് കുട്ടി ലാസ്റ്റ് വണ്ടി വന്നാൽ അസലാമിനെ പറയുമ്പോ അടുത്ത വാർ കോയിനിറക്കം വിളിക്കുന്നേ. ഇങ്ങനെ കുട്ടികളോട് പെരുമാറില്ല, ഒരുമാതിരി സ്വഭാവം. ആ കടുംപിടുത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് സോഫ്റ്റ് ആവുക. മക്കളൊക്കെ ഗൾഫിൽ നിന്ന് വിളിച്ചാല് ഉപ്പമാർ ഫോൺ എടുക്കൂല, കണ്ടാ തന്നെ മുസ്താഖ് നീ എടുത്തോ, നിങ്ങൾ എന്താ പ്രേത, ഈ മുസ്താഖ് നിങ്ങളെ മോനല്ലേ, നിങ്ങളൊന്ന് എടുത്തിട്ട് സംസാരിച്ചു നോക്കി. ഇനി എടുത്ത് ഹലോ സലാം അടക്കുന്ന കോലം തന്നെ ഉണ്ടോ, എന്താ എന്നിട്ടോ നീയാ അറിയാണ്ട് എടുത്തു പോയതാന്ന് അതിന്റെ അർത്ഥം, നീയാ ഉമ്മാക്ക് കൊടുക്കാം, ഞാനും നീയും ബന്ധമില്ല. ഉപ്പമാര് സംസാരിക്കൂല. നിങ്ങൾ ഇന്ന് ബഹ്റൈനിൽ ഫോൺ വിളിച്ച മുസ്താഖിനോട് അങ്ങനെ സംസാരിച്ചു നോക്കി, വലൈക്കും സ്സലാം എന്തുണ്ട് മോനെ റാത്തല്ലേ, ചിലപ്പോ ഫോൺ കട്ടാക്കും, നമ്പർ മാറി എന്ന് വിചാരിച്ചിട്ട്. എന്തുണ്ട് മോനെന്ന് ഉപ്പ ജീവിതത്തിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഒന്ന് തുടരും, എന്തോ ഉപ്പാന്റെ തലക്ക് തേങ്ങയാറ്റ് കൊണ്ട് പെട്ടെന്ന്. അപ്പൊ പറഞ്ഞാൽ മതി ഉദുമാസം ഉണ്ട്, മുസ്ലിം ജമാഅത്ത് പ്രോഗ്രാം ഉണ്ട്. ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഉപ്പ പൈസന്റെ ആവശ്യമായിട്ടുണ്ട്, ഇതെന്താ പെട്ടെന്ന് മോനെ എന്നാലും വിളിക്കൂല. ഇവിടെ കല്യാണം കഴിച്ച എവിടെ താമസിക്കല, ആണിന്റെ വീട്ടിലെ പെണ്ണിന്റെ വീട്ടില. ഇത് ഉടായ്പ പറയുന്നുണ്ട് 2 സ്ഥലത്തും താമസിക്കും. കാരണം ഞാൻ ഏത് ഭാഗത്താന്ന് ഉപ്പർക്ക് അറിയില്ല, ഏടെ ട്രോള് വരാന്ന് അറിയാത്തോണ്ട് ഉപ്പര് പറയാ 2 വീട്ടിലും താമസിക്കാറുണ്ട്. അത് അവരവരുടെ സൗകര്യത്തിന് താമസിക്കോട്ടെ. നമ്മളെ ജില്ലയിലൊക്കെ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുക. അതിനെ നല്ല ജ്യൂസൊക്കെ റൂമിലേക്ക് എത്തും. ഇനി അവിടെ വന്ന് കേട്ടൊന്നും വേണ്ടാ, ഒരു തമാശ ആവട്ടെ. നമ്മൾ ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് സ്വീകരിക്കണം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മളെ മോള് വേറെ എവിടെയോ കല്യാണം കഴിച്ചത്, അപ്പുറം മഞ്ചേശ്വരം ഭാഗത്തോ കാസർഗോഡ് എവിടെയോ. ഓള് ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുക. എന്നാലും പെരുന്നാളായതുകൊണ്ടോ വെക്കേഷൻ ആയതുകൊണ്ടോ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നു. ഓളും ഓളെ ചെറിയ കുട്ടിയുണ്ട് ഫാത്തിമ, ഹിബയും ഭർത്താവ്. ഈ 3 ആള് കാറിൽ വരുമ്പോൾ അമ്മോശങ്കയും നമ്മളും അപ്പുറത്തെ കർട്ടൻ്റെ അപ്പുറത്തുള്ള നമ്മളെ ഭാര്യ അമ്മായിയും ഉണ്ടാവും അല്ലേ.
പുറത്ത് കസേര പോലെ ഇരിക്കുന്നുണ്ട്. നമ്മളെ മോളെ കുട്ടി ഭർത്താവ്, മോളെ ഭർത്താവ്, ഇതാ നമ്മളെ പുതിയാപ്പിള. ഈ മൂന്നാള് വരുമ്പം ഈ മൂന്നിൽ ആർക്കാണ് നമ്മളൊരു ചുംബനം കൊടുക്കൽ, ഒരു മുത്തം കൊടുക്കൽ? പുതിയാപ്പിളക്ക് എന്തായാലും കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പലസ്തീൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പുതിയാപ്പിളക്ക നമ്മളുണ്ടാ പുതിയാപ്പിളോട് മിണ്ടാല്? വീട്ടിൽ പുതിയാപ്പിള വന്നാൽ ഇതേതാ ഭാഷ തന്നെ തിരിവില്ലായിരിക്കും. കൊങ്കിണിയായിട്ട് മിണ്ടല്ല. ഈ ചിരിക്കുന്ന ടീം ചിന്തിക്കുന്നത് ഇതാരാന്ന് ഉസ്താദിന് പറഞ്ഞു കൊടുത്തിരുന്നത്. ശരിക്കും പുതിയാപ്പിളിനോട് അമ്മോശകം മിണ്ടിയ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ആ നിക്കാഹിന്റെ സമയത്ത് ഉസവ്വിജുക്കാല അങ്ങനെ മര്യാദക്ക് നോക്കണാണ്. ഇങ്ങനെ ആക്കിയിട്ട് അത് നോക്കിയത് തന്നെ. പിന്നെ ഒരിക്കൽ മിണ്ടല് മോളെ പ്രസവത്തിന്റെ അന്ന് പുതിയാപ്പിള ലേബർ റൂമിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വാട്സപ്പ് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വെറുതെ ഓട്ടോറിക്ഷയിൽ പോയിട്ട് കാറിൽ പോയിട്ട് അമ്മോശ കീശയ്ക്ക് ഇട്ടിട്ട് വെറുതെ ഒരു ചോദ്യമുണ്ട്, പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ല, ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എസ് പറഞ്ഞ കൊടുക്കുന്നുണ്ട്, ഇല്ലല്ലോ, അങ്ങനെ ഒരു ചോദ്യം. വേറെ ഇപ്പം മിണ്ടല്. അപ്പൊ എന്തായാലും പുതിയാപ്പിളക്ക് മിണ്ടലെന്നെ ഇല്ലാത്തതുകൊണ്ട് ആ കേസ് എടുത്തിട്ട് കാര്യമില്ല. പിന്നുള്ളത് മോളെ ഫൗസിയ മോൾ, ഓക്കെ ചുംബനം കൊടുക്കും ഇല്ല. പിന്നെ ആയിരിക്കും മുത്തം കൊടുക്കല് ആ ചെറിയ കുട്ടിക്ക്, ഫാത്തിമ ഹിബക്ക്. ആ കുട്ടിയാണെങ്കിൽ ഉപ്പാന്റെ വീട്ടിൽ നിന്ന് അഥവാ മഞ്ചേശ്വരത്ത് നിന്ന് മുത്തം കിട്ടി മടുത്തിട്ടാണ് തളർന്നിട്ട് ഉറങ്ങി. അതിനെയാണ് വിളിച്ചിട്ട് വാ മോളെ ചോദിച്ചിട്ട് കൊടുക്കണം. നിങ്ങളെ മോളെ ഫൗസിക്കുട്ടിനെ ഒന്ന് ചേർത്ത് പിടിച്ച്, ആ പറഞ്ഞിട്ട മോളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, എന്താ ഫൗസി മാപ്പിളല് കിട്ടുമ്പോ ഉപ്പാനൽ മറന്ന ഒന്ന് ഫോൺ വിളിച്ചുടിക്കല്ലോ എന്ന് മറ്റൊന്ന് നെറ്റിക്ക് മുത്തം കൊടുത്തോക്കെ ഫൗസിന്റെ കണ്ണിന്ന് വെള്ളം പോകും. ഫാത്തിമ ബീവിയുടെ മൂർദാവിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ മുത്തം കൊടുക്കാറുള്ളത് എന്ന് ഹദീസിൽ കാണാം. ഫാത്തിമ ബീവിനെ കണ്ടാല് ഉപ്പ എണീറ്റിക്കും. നിങ്ങൾ എണീറ്റ് നിന്നിട്ടില്ലെങ്കിൽ ആ കാലിന്റെ മേലെ കാല് വെച്ചൊന്ന് താഴ്ത്തി വെച്ചാൽ മതി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് സ്കൂളിൽ പോയിട്ട് വരുമ്പോ എന്താ ചോദിക്കല്? എവിടെ വരുന്നത്? സ്കൂളിലാ, എന്നാ പോയി ചോറയ്ക്കും. ഇതെന്താ രണ്ടാളെ കൊന്നിട്ടാ വരുന്ന പിള്ളേർ? ഇതെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് ശരിക്കും പിള്ളേരോട്? എന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് കിട്ടേണ്ടത് നമുക്ക്? ഇങ്ങനെയൊന്നും ആവരുത്. നമ്മൾ സോഫ്റ്റ് ആണ്, സോഫ്റ്റ്. ഇനി ജ്യേഷ്ഠനാണെങ്കിലോ, ജ്യേഷ്ഠൻ ഫോൺ ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും അനുജത്തിയോ ജ്യേഷ്ഠന്റെയോ അനുജത്തിയുടെയോ കുട്ടിയോ അടുത്ത് വന്നാല് നമ്മൾ എങ്ങനെ പെരുമാറല്? എന്താ കാര്യം? ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടോ? അല്ലേ അതൊന്നുമില്ല. ഇതെന്താ കണ്ടാ മൃഗ? ഒരു മനുഷ്യപ്പറ്റി കാണിക്കണ്ടേ കുടുംബത്തില്? നാട്ടുകാർക്ക് ഏതാ സേവനം? നീ എത്ര വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ചാരിറ്റിന്റെ? പ്രവാസികളടുത്ത് നീ എത്ര പൈസ ഇരിക്കുന്നുണ്ട് ചാരിറ്റിക്ക്? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി തുടങ്ങേണ്ടത് പോരക്ക നാട്ടിലല്ല. നാട്ടിൽ ഹീറോ ആകുന്നതിന് മുമ്പ് വീട്ടിലെ സീറോ ഡിലീറ്റ് ആക്കിയിട്ട് ഹീറോ അവിടെ ആകും. എന്നിട്ട് തുടങ്ങി വീട്ടിൽ. അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ വിചാരിക്കണ്ടോ, പറഞ്ഞു കൊടുക്കും ഉസ്താദേ, പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ കുറച്ച് ഈ ഗൗരവമൊക്കെ ഒന്ന് കുറച്ച് സോഫ്റ്റ് ആണ്. അത് പറയുമ്പോഴാണ് ഇത്രയും വിശദീകരിച്ചത്. ഞാൻ ഇത്രയും വിശദീകരിക്കണം എന്ന് കരുതിയല്ല.